ഹായ് ഹലോ, ഇന്ന് നമ്മളൊരു നാളെ പാചകമായിട്ടാണേ വന്നത്. പാചകക്കാരൻ വേറെ ആരുമില്ല, എൻ്റെ ഡാഡിയാണ് കേട്ടോ. അപ്പോൾ ഡാഡി പിള്ളയാണെങ്കിൽ രാവിലെ തന്നെ ഒരു ചക്കയൊക്കെ കൊണ്ടുവന്നിട്ട് ദാ ഇങ്ങനെ ചെയ്യണം. അധികം വിളയാത്ത ചക്കയാണ് കേട്ടോ. അപ്പോൾ ആ ചക്കയുടെ തൊണ്ട് മാത്രം, അതായത് ആ അതിൻ്റെ പച്ച കളറിലുള്ള ആ പുറഭാഗം മാത്രം ചെത്തിക്കളഞ്ഞതിന് ശേഷം ബാക്കി സകല സാധനങ്ങളും അരിഞ്ഞിട്ട് കൊണ്ടൊരു ചക്ക ഫ്രൈ. അതാണ് ഐറ്റം കേട്ടോ. അങ്ങനെ എല്ലാം വാപ്പ കഴുകി എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും നമ്മുടെ ഗണേശൻ ചേട്ടനോട് നമ്മളാണെങ്കിൽ ഒരു തവ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തവയായിട്ട് ചേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചേട്ടൻ ഇതൊക്കെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു. എന്താ ഈ മാമൻ കാണിക്കാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് നല്ലോണം വിരകി വാപ്പ തന്നിട്ട് പറഞ്ഞു 1 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്ത് തീർക്കാം, അപ്പോഴത്തേക്ക് ഇത് സെറ്റ് ആവുന്നു. അതിനുശേഷം വാപ്പ ഒരു റോബസ്റ്റിൻ്റെ കന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ കുഴിയൊക്കെ സെറ്റാക്കിയ കന്നൊക്കെ നട്ടു. എന്നിട്ട് കൊച്ചുമക്കളെല്ലാവരും കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വാപ്പയും കൂടെ കുളിച്ചിട്ട് വന്നിട്ട് ഇനി ചക്ക ഫ്രൈ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുളിയെല്ലാം പാസ്സാക്കി വാപ്പ വന്നത് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. തീയൊക്കെ ഒരു പരുവായിട്ട് വരുമ്പോഴേ ചട്ടി വെക്കാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം അടിയിൽ ചിരട്ടയൊക്കെ തീ കത്തി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നല്ല എണ്ണയൊക്കെ ഒഴിച്ച് നല്ല എണ്ണ തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ ചക്കേനെ എല്ലാം കൂടെ വാരിയിട്ട് കേട്ടോ. ആദ്യമായിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ചക്ക ഫ്രൈ കഴിക്കുന്നത്. നമ്മൾ സാധാരണ ചക്കേനെ അരിഞ്ഞ് ചക്ക വറ്റലുണ്ടായി കഴിക്കാറുണ്ട്. ഈ ചവണിയും തൊണ്ടും എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ചക്ക ഫ്രൈ നമ്മൾ ആദ്യമായിട്ട് കഴിക്കാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. റെഡിയായി കഴിഞ്ഞത് മക്കളാണെങ്കിൽ ഓരോന്നായിട്ട് കഴിച്ചു നോക്കാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കും അതിൽ നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചില്ല. ബാക്കി ഈ കുഞ്ഞു മോനാണെങ്കിൽ അവന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ കഴിച്ചിട്ട് പറഞ്ഞു മാമി ഇത് സൂപ്പറായിട്ടുണ്ട്, ഞാൻ ഇഷ്ടം പോലെ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കഴിച്ചു. എടാ ഒരുപാട് ചക്കയുടെ ചവണിയും പൂഞ്ചൊന്നും കഴിച്ചുകൊണ്ടിടാ വയറുവേദനയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. കുടിച്ച് നോക്കിയപ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അതിനാണെങ്കിൽ ഇതുപോലെ ഒരു അടുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളം. പിന്നെ വാപ്പാടെ വക പാട്ടും. അങ്ങനെ ചക്ക നമ്മൾ രണ്ടായിട്ട് പകത്തെടുത്ത് ഞാൻ എൻ്റെത് ബക്കറ്റിലാക്കി.